കാണിക്കുന്നത്? വെറുതെ കളയാനാണെങ്കിൽ പിന്നെ എന്തിനാ നീ മേടിച്ചത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും അടങ്ങിയിരുന്ന് സിനിമ കണ്ടൂടെ? എന്തിനാ കുട്ടികളെ പോലെ ഇരുന്ന് കരയുന്നേ? നീ പോയി ഏതെങ്കിലും കാർട്ടൂണിന്റെ ചാനൽ കാണ്. നിനക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ സിനിമകളും കാർട്ടൂൺസും എല്ലാം അതിലുണ്ടാവും. ഇവിടെ ഇരുന്ന് ഞങ്ങൾ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? പൊയ്ക്കോ ഇവിടുന്ന്. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ കുത്തിയിരുന്ന് കരയുക. ഇത് പോരാഞ്ഞ് കാശും കൊടുത്ത ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നിരുന്ന് കരയണോ? ഞാൻ വീട്ടിൽ പോയിരുന്ന് നിക് ചാനലിൽ കാർട്ടൂൺ കാണാൻ പോവാ. നീ വാടാ പത്ലു. വാ, എനിക്ക് ഈ തല്ലിപ്പൊളി സിനിമയൊന്നും കാണണ്ട. എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ രണ്ടുപേരും സിനിമ കാണാൻ പോയതല്ലേ? എന്നിട്ട് എന്താ ഇത്ര നേരത്തെ ഇറങ്ങി വന്നത്? ഓ, അതൊന്നും പറയണ്ട. അതില് മുഴുവനും കരച്ചിലും പിഴിച്ചലുമാണ്. ഞങ്ങൾക്ക് അതിരുന്ന് കാണാൻ വയ്യ. ഫിലിം ആകുമ്പോ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? എന്റർടൈൻമെന്റ്. ഈ കരച്ചിലും പിഴിച്ചിലുള്ള സിനിമ എടുത്തിട്ട് എന്താ കാര്യം? നമ്മളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതില് മുഴുവനും എന്റർടൈൻമെന്റ് ആയിരിക്കും. സിനിമ നമുക്ക് പ്രകൃതിയെ പറ്റി ഉണ്ടാക്കാതെ. സുന്ദരമായ നദി, കാട്, മലനിരകള്, കാട്ടിലെ മൃഗങ്ങള്, പക്ഷികള്, മരങ്ങള്, ഇതിന്റെയൊക്കെ സിനിമ ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലേ? നായകന്റെയും നായികയുടെയും അഭിനയിക്കുന്നവരുടെ ഒന്നും ആവശ്യമേ വരുന്നില്ല. ക്യാമറ എടുത്തോണ്ട് വന്ന് ഷൂട്ടിംഗ് അങ്ങ് തുടങ്ങാ. വരൂ, നമുക്ക് പ്രകൃതിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സിനിമ പിടിക്കാം. എന്ത് മനോഹരമായ സ്ഥലമാണിത്. ഡോക്ടർ ജഡ്ജയ്ക്ക് നന്ദിയുണ്ട്. നിങ്ങൾ വളരെ നല്ലൊരു സ്ഥലത്താ കൊണ്ടുവന്നിരിക്കുന്നേ. പത്തിലു, എന്റെ ചങ്ക, ഇവിടെ ആരും ഇങ്ങനെയൊന്നും വരാറില്ല. ആർക്കും ഈ സ്ഥലത്തിനെ പറ്റി ഒന്നും തന്നെ അറിയുകയില്ല. ഇവിടെ നിന്നാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നേ. വല്ലാത്തൊരു വിശപ്പ്. നമുക്ക് എന്തേലും കഴിച്ചിട്ട് പോവാം. എന്തൊരു ഏകാന്തതയാണ് ഇവിടെ. എന്ത് നല്ല രസമുണ്ട് ഇവിടെ അല്ലേ? പൊളിച്ചെടുത്തല്ലോ. ഇത്രയും ഒച്ചത്തിൽ മ്യൂസിക് വെച്ചാലേ മൃഗങ്ങളൊക്കെ ഇവിടുന്ന് ഓടിപ്പോയേക്കും. എന്റെ പത്തിലു, വന്ന് എന്റെ കൂടെ ഡാൻസ് കളിക്ക്. ഇതുപോലെ ഒരു ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല. നോക്കാ, കുരങ്ങൻ ഡാൻസ് കളിക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്യേ, വേഗം ഷൂട്ട് ചെയ്യേ. പൊളിച്ചെടുത്തല്ലോ. ഇത് വീഡിയോ എടുക്കൂ, വീഡിയോ. എന്റെ ഷൂട്ടിങ്ങിന് പകരം എനിക്ക് നിങ്ങൾ എന്ത് തരാം? എന്ത് സംസാരിക്കുന്ന കൊരങ്ങനോ? ഇതിനെ ഷൂട്ട് ചെയ്ത നമുക്ക് എന്തായാലും കോടീശ്വരന്മാരാകാൻ പറ്റും. പിന്നെ നമ്മൾ കോടിക്കണക്കിന് സമൂസ കഴിക്കും. സ്വപ്നം കാണുന്നത് നിർത്തന്റെ സുഹൃത്തെ. ആദ്യം എനിക്കെന്ത് തരുമെന്ന് പറ. ഒരു വീട്, ജീവിതകാലം മുഴുവൻ കഴിക്കാൻ എനിക്ക് പഴം, അടുത്ത 3 സിനിമകളുടെ കോൺട്രാക്ട്, പേഴ്സണൽ മേക്കപ്പ് മാൻ, സ്പോട്ട് ബോയ്, പിന്നെ ഷൂട്ടിംഗ് സമയത്ത് 5 സ്റ്റാർ ഹോട്ടൽ റൂം. അത്രയേ ഉള്ളൂ. അല്ലേ? ഞങ്ങൾക്ക് പരിപൂർണ സമ്മതമാണ്. നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. ഓക്കെ, മ്യൂസിക് ഓൺ ചെയ്തു. കുരങ്ങൻ സാറ്, നിങ്ങളിപ്പോ ഡാൻസ് തുടങ്ങിക്കോളൂ. പൊളിച്ചെടുത്തല്ലോ. ഡാൻസ് കളിക്കൂ, ഡാൻസ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സുഹൃത്തെ? ആദ്യം നിങ്ങൾ ഒരു ഡാൻസ് ഡയറക്ടറിനെ വിളിക്കൂ. നീ കുറച്ചു മുമ്പല്ലേ ഇവിടുന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഡാൻസ് മാസ്റ്റർ ഒന്നും വേണ്ടായിരുന്നല്ലോ. ഇപ്പൊ നീ കളിക്കുന്നുണ്ടോ? എനിക്കറിയില്ല, ഈ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരാണോ സിനിമ എടുക്കുന്നത്? ഹീറോ സാറേ, എന്നാ പിന്നെ നമുക്ക് ഷൂട്ട് തുടങ്ങിയാലോ? മുത്ത, ഇനി ഡാൻസ് തുടങ്ങിക്കോളൂന്ന്. അതെ, റോൾ, ക്യാമറ, ആക്ഷൻ, ഇതൊന്നും ആരും പറയില്ലേ? ഇവൻ നമ്മളെ വട്ടാക്കുന്ന തോന്നുന്നത്. സ്റ്റാർ ആവുന്നതിന് മുൻപ് തന്നെ ഇത്രയും അഹങ്കാരം ഇവന്. ഇനി സ്റ്റാർ എങ്ങാനായാൽ എന്തായിരിക്കും സ്ഥിതി? എന്തിനാ ഓടുന്നത്? താഴേക്ക് വാ, ഷൂട്ട് ചെയ്യട്ടെ. ഇപ്പൊ ഓടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഓടാൻ പറ്റില്ല. അതുകൊണ്ടാ വന്നോണ്ടിരിക്കുക. റോൾ, ക്യാമറ, ആക്ഷൻ. രക്ഷിക്കണേ. വേഗം വരൂ, നമുക്ക് ഈ ഗുഹ
പൊളിക്കാം. ഈ ഗുഹയ്ക്കകത്ത് ഒരു ലൈറ്റ് പോലും ഇല്ലല്ലോ. എന്തൊരു ഇരുട്ടാണ് ഇതിനകത്തല്ലേ. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ. നമുക്ക് നല്ലൊരു അടിപൊളി പാട്ട് നല്ല ഉറക്കം വെക്കാം. അപ്പൊ ഈ പേടിയൊക്കെ പമ്പ കടന്നോളും. എന്റെ മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാന്നാ തോന്നുന്നേ. മുന്നിലേക്ക് നോക്കിയ മുതല, പിന്നിലേക്ക് നോക്കിയ ദേ ആ പാമ്പ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. എപ്പോഴെങ്കിലും വയറൊന്ന് ഒഴിച്ചിട്ടാലേ ബുദ്ധി നന്നായി പ്രവർത്തിക്കൂ. ഹലോ എവരിബഡി, മേ ഐ ഹാവ് യുവർ അറ്റൻഷൻ? സംസാരിക്കുന്ന മുതലയോ? പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ സംസാരിക്കുന്ന വെജിറ്റേറിയനായ മുതലയാണ്. എന്റെ പുറത്ത് കയറി നമുക്ക് തടാകത്തിന്റെ നടുവിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളെ അനക്കോണ്ട പിടിക്കില്ല. നിങ്ങൾ വെജിറ്റേറിയൻ ആയ സ്ഥിതിക്ക് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. മുതലച്ചേട്ടാ, ഞങ്ങൾ തീർച്ചയായിട്ടും വരാം. ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇതിലെന്താ ഡൈനിങ് ടേബിൾ എഴുതിയിരിക്കുന്നത്? കാരണം ഞാൻ ഇതിലാണ് ആഹാരം കഴിക്കുന്നത്. പൊളിച്ചെടുത്തല്ലോ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഇപ്പൊ ലഞ്ച് ടൈം ആണ്, അതുകൊണ്ടാണ് എല്ലാവരും വന്നത്. എനിക്കും വല്ലാണ്ട് വിശന്നിട്ട് വയ്യ. എന്നാ പിന്നെ വേഗം ഭക്ഷണം എടുത്തോളൂ. മെനുവിൽ എന്തൊക്കെയാണ്? മെനുവിൽ നിങ്ങളൊക്കെ തന്നെയാ ഞങ്ങൾ തിന്നാൻ പോകുന്നത്. എന്റെ മുതല ചേട്ടാ, നിങ്ങളല്ലേ അല്പസമയം മുമ്പ് പറഞ്ഞ നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്ന്. ഞാൻ വെജിറ്റേറിയൻ എന്നല്ല, നോൺ വെജിറ്റേറിയൻ എന്നാ പറഞ്ഞത്. നിങ്ങൾ കേട്ടതിന്റെ കുഴപ്പമാ. ഇല്ല, നിങ്ങൾ വെജിറ്റേറിയൻ തന്നെയാ പറഞ്ഞത് മുതലച്ചേട്ടാ. അല്ലേ ജഡ്കെ? അതെ അതെ, വെജിറ്റേറിയൻ തന്നെ പറഞ്ഞത്. എന്റെ ഇംഗ്ലീഷ് ഇത്തിരി മോശമാ. ഞാൻ ഉദ്ദേശിച്ചത് നോൺ വെജിറ്റേറിയൻ എന്നാ. കടന്നുകൊള്ളൂ, ഞങ്ങൾക്ക് തിന്നാൻ അതാണ് ഈസി ആയിട്ടുള്ളത്. രക്ഷപ്പെട്ടല്ല പോട്ടു, താഴേക്ക് നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് മാറി നിൽക്കണം. എന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്നും പോ, ഞങ്ങളുടെ ഇത് ലഞ്ച് ടൈം ആണ്. ഇതുവരെ ലഞ്ച് ബ്രേക്ക് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം ഞാൻ ബ്രേക്ക് ചെയ്ത് വിടും. ഞാൻ കുങ്ഫു അറിയാന്നുള്ള മങ്കിയാണ്. നീ കുങ്ഫു മങ്കി ആണെങ്കിൽ ഞങ്ങൾ കുങ്ഫു മുതലകളാണ്. യാ! 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 ജാക്കി ചാന്റെ പേരില് ഇതാരണം പിടിച്ചോ. ഇതാ പിടിച്ചോ. എന്റെ മോട്ടോ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യേ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ, നമ്മുടെ മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്യേ, എന്നിട്ട് ഫുൾ വോളിയത്തിൽ വെക്ക്. അതിന്റെ ശബ്ദം കേൾക്കുമ്പോ ഈ മുതലകളൊക്കെ വേഗം ഓടി പോയിക്കോളും. രക്ഷപ്പെട്ടില്ല, കഥ കഴിഞ്ഞു. ദേ നോക്കിയേ, നമ്മുടെ ഏറ്റവും വലിയ ആരാധകൻ എത്തി. വേഗം നമുക്ക് ഈ പാലം കടന്നിട്ട് ഈ പാലം എടുത്ത് മാറ്റിക്കളയാം. അപ്പൊ പിന്നെ അനക്കോണ്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. പൊളിച്ചെടുത്തല്ല. ഈ വൈൽഡ് ലൈഫ് സിനിമ നമുക്ക് ഒരിക്കൽ കൂടി എടുക്കാൻ പാടില്ല. ഇത് കാരണം നമുക്കൊക്കെ ആപത്താണ്. വരൂ, എന്റെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. ഇത് സംസാരിക്കുന്നല്ലോ. ആരെങ്കിലും രക്ഷിക്കണം.
ചായക്കട ചേട്ടാ, കഴിക്കാൻ വല്ലതും ഉണ്ടോ? വേറെ എവിടെയെങ്കിലും പോകൂ, ഇവിടെ പൈസയൊന്നും തരാനില്ല. ഞങ്ങള് ഭിക്ഷക്കാരല്ല, ഞാൻ 10 രൂപയാണ്. പിന്നെ ഇത് മോട്ടു, പിന്നെ ഇവര് 2 പേര്. അയ്യടാ, ഇത് നിങ്ങളായിരുന്നോ? 2 മാസമായി നിങ്ങൾ ഇവിടെ കാണാനില്ലായിരുന്നല്ലോ. ഞങ്ങൾ എല്ലാവരെയും അന്വേഷിച്ച് മടുത്തു. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ഞങ്ങൾ അവിടുന്ന് 2 മാസം മുമ്പേ യാത്ര പുറപ്പെട്ടതാ. ഇതാ ഇപ്പോഴാ ഇവിടെ എത്തിയത്. പൊളിക്കടുത്തല്ലോ. കാടിനെ കുറിച്ചൊരു സിനിമ എടുക്കാൻ പോയതാ ഞങ്ങള്. ഇപ്പൊ ഞങ്ങളും കാട്ടുവാസികളെ പോലെ ആയി. ശരി ശരി, നിങ്ങൾ ഇരുന്ന് TV കാണൂ, ഞാൻ നിങ്ങൾക്ക് ചായയും സമോസയും തരാം. ഇവർ ഒരുപാട് ബുദ്ധിമുട്ടി അവരുടെ ജീവൻ വരെ പണയം വെച്ചാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അതാണ് ഈ സിനിമയുടെ വിജയത്തിന്റെ രഹസ്യം. അതുകൊണ്ട് ബെസ്റ്റ് ഫിലിം ഓഫ് ദ ഇയർ അവാർഡ് ഗോസ് ടു മിസ്റ്റർ K.O. രംഗൻ. ഈ കെ.ഒ. രംഗൻ ആരാ? എന്റെ മോട്ടോ, ഇത് മിസ്റ്റർ K.O. രംഗൻ അല്ല, ഇത് നമ്മുടെ ഹീറോ കൊരങ്ങനാണ്. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്തായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊരു സോൾ ചേഞ്ചിങ് മിഷനാണ്. 2 വ്യക്തികൾ വ്യത്യസ്തമായ ചേംബറുകളിൽ നിൽക്കുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ 2 പേരുടെയും ആത്മാക്കൾ അഥവാ സോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആരെ വെച്ചാ ഈ പരീക്ഷണം ഒന്ന് നടപ്പിലാക്കുക? വലിയേട്ടാ, ഇതെന്തോന്ന് മെഷീനാ ഉണ്ടാക്കിയത്? പൊളിക്കടുത്തല്ലോ. ഇതൊരു കൂളിംഗ് AC ചാമ്പറാണ്. ഇതിനകത്ത് കിടന്നാൽ നന്നായിട്ട് ഉറക്കം വരും. ഞാനിപ്പോ ഇതിനകത്ത് കിടന്നുറങ്ങാൻ പോവാണ്. നിങ്ങൾ പുറത്തുള്ള ബട്ടൺ ഒന്ന് ഓൺ ചെയ്തോളൂ. അതെ, ഞങ്ങൾക്ക് AC കിടന്ന് ഉറങ്ങണം. ആദ്യം ഞങ്ങൾ കയറട്ടെ, അല്ലേ പത്ലു? എന്റെ മോട്ടോ, എനിക്ക് മേസിൽ കിടന്നുറങ്ങണം. നമ്മുടെ വീട്ടിലെ ഫാൻ പോലും കറങ്ങുന്നില്ലല്ലോ. പൊളിച്ചെടുത്തല്ലോ. എന്നാ ശരി, നിങ്ങൾ 2 ആളും ആദ്യം ഉറങ്ങിക്കോളൂ, എന്നിട്ട് ഞാൻ ഉറങ്ങിക്കോളാം. വലിയേട്ടാ, ഉറക്കമൊന്നും വന്നില്ല, വല്ലാണ്ട് തല കറങ്ങുന്നു. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഞങ്ങളെ വെച്ച് പരീക്ഷണം നടത്തിയല്ലേ? ഒന്ന് വേഗം പറ, ഇത് എന്താന്ന്? എന്റെ മുത്ത്, എന്റെ ചങ്ക്, എന്റെ ബ്രോ, മിഷൻ ശരിക്കും അങ്ങോട്ട് വർക്ക് ആകുന്നില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പത്ലു, നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. അതെ, ഈ മോട്ടുപത്ലുവിന്റെ ആത്മാവ് തമ്മിൽ മാറിയത് കണ്ടില്ലല്ലോ. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്റെ മോട്ടോ, നീ ഒന്ന് എഴുന്നേൽക്ക്. എത്ര നേരാ കിടന്നുറങ്ങുന്നേ? എന്തിനാ കിടന്ന് കാറുന്ന്? ഉറങ്ങാൻ സമ്മതിക്ക്. എന്റെ ശരീരം അവിടെ എന്താ ചെയ്യുന്നേ? അപ്പൊ എന്റെ ശരീരം അവിടെ എന്താ ചെയ്യുന്നേ? ഇത് എന്റെ ശരീരമാണ്. നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? പിന്നെ എന്റെ ഈ സുമുഖവും സുന്ദരവുമായ ദൃഢഗാത്രമായ ഈ ശരീരം ഇവിടെ എങ്ങനെ? ഈ മുടിയില്ലാത്ത തലയും വീർത്തിരിക്കുന്ന കുടവയറും നോക്കിയിട്ടാണോ നീ ഭംഗിയുള്ള ശരീരം എന്ന് പറയുന്നത്? ദാ നോക്ക്, എന്നെ കാണാൻ എന്ത് വൃത്തികേടാണെന്ന് അറിയോ നീ നിനക്ക്? ആണോടാ എന്നെ നോക്കി മുടിയില്ലെന്നും കൊടവയറും എന്നൊക്കെ പറയുന്നത്? ദാ പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ ഈ സുന്ദരമായ ശരീരം നിന്റെ അടുത്ത് എങ്ങനെ എത്തി? ഉറപ്പായിട്ടും ഇതാ ഡോക്ടർ ജഡ്കയുടെ മെഷീന്റെ അകത്ത് കയറിയപ്പോ പറ്റിയതാണ്. എന്റെ ആത്മാവ് നിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നിന്റെ ആത്മാവ് എന്റെ ശരീരത്തിലാണ് കയറിയിരിക്കുന്നത്. വാ, നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോകാം. വരൂ, ഇപ്പൊ തന്നെ പോവാം. നമുക്ക് വേഗം പോയി ഡോക്ടർ ജഡ്കയുടെ അടുത്തുനിന്ന് നമ്മുടെ ആത്മാവ് വേഗം മാറ്റണം. എനിക്ക് ഇനിയും നിന്റെ ആത്മാവിനെയും കൊണ്ട് നടക്കാൻ വയ്യ. നല്ല മണം. ഇത് എന്ത് അത്ഭുതമായി കാണുന്നത്. മോട്ടു പേപ്പർ വായിക്കുന്നു, 10 രൂപയാണോ സമോസ കഴിക്കുന്നേ? പത്ലു, നീയും കുറച്ച്
സമൂസ എടുത്ത് കഴിക്ക്. എന്റെ വയറിന് വെറുതെ പട്ടിണിക്കിടരുത്. അങ്ങനെ ആവുമ്പോ ഞാൻ മെലിഞ്ഞു പോവില്ലേ? മോട്ടു, നീ ഇങ്ങനെ ഒരുപാട് വലിച്ചു വാരി തിന്നല്ലേ. ഇങ്ങനെ പോയാൽ എന്റെ ശരീരം നിന്നെ പോലെ വയറും വീർത്തായി പോകും. നീ മോട്ടുവല്ലേ? നീ എന്തിനാ അവനെ മോട്ടു എന്ന് പറയുന്നത്? പിന്നെ നീ പത്ലു, നീ എന്തിനാ അവനെ പത്ലു എന്ന് പറയുന്നേ? ഇന്ന് കഴിക്ക്. എന്റെ ശരീരത്തിനെ ഞാൻ ക്ഷീണിപ്പിച്ചാലുണ്ടല്ലോ, എടുത്ത് കഴിക്കാൻ. ഞാൻ കഴിക്കില്ല. എനിക്ക് ഈ സമൂസയൊന്നും ഒട്ടും നീ ഇഷ്ടമല്ല. കഴിച്ചേ പറ്റൂ. കണ്ടില്ലേ കഴിക്കുന്നത് എത്ര എളുപ്പമാണ്. ഓ, എന്നെ തല പെരുത്ത് കയറുന്നല്ലോ. എന്റെ മോട്ടു, നീ ഒന്ന് നിർത്ത്. ഇങ്ങനെ പോയാൽ നീ എന്റെ ശരീരം നിന്നെ പോലെ വൃത്തികേടാക്കിയിട്ടേ അടങ്ങൂ. ഒന്ന് നിർത്ത്. മോട്ടു, എന്താ ചായ ചേട്ടാ? പത്ലു, ആ പറ. നിങ്ങൾ ഇത് രണ്ടുപേരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുമല്ലോ. പത്തലു എന്റെ സമൂസ ഇങ്ങ് തരാനാ പറഞ്ഞത്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞതായോ? നമ്മൾ ഈ സ്കൂളിൽ അതിക്രമിച്ച് കയറി കുട്ടികളെ എല്ലാം ബന്ധനസ്ഥരാക്കുന്നു. ഒരു സ്കൂളിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? ബോസ് ബോസ്, കുറഞ്ഞത് 100 കുട്ടികളെങ്കിലും ഉണ്ടാകും. ഒരു കുട്ടിക്ക് 1 ലക്ഷം വെച്ച്. അപ്പൊ 100 കുട്ടികൾക്ക് എത്ര ലക്ഷം കിട്ടും? 2, 3, 4, 4, 5 അതൊക്കെ കളഞ്ഞേക്ക്. ഇപ്പൊ മോട്ടും പത്തിലും വന്ന ഈ 1 ലക്ഷം നമുക്ക് കിട്ടാതാകും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ബോസ്. മോട്ടു പത്തലും എവിടെ പോയാലും ഇവന്മാരുണ്ടാവും. ഇവന്മാരെന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഇവന്മാരെ കൊണ്ട് തോറ്റു. എന്ത് നല്ല കവിതയാ പറഞ്ഞു ബോസ്. കൊള്ളാം കൊള്ളാം. കവിതയുടെ കാര്യം വിട്. എന്നിട്ട് ആ മോട്ടുവിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് സ്കൂളിൽ കൊണ്ടുവരണം. മോട്ടുവില്ലാതെ ആ പത്തലുവിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്റെ പരീക്ഷണം വിജയിച്ചു. അടിപൊളി പൊളിച്ചു. എന്റെ പരീക്ഷണം വിജയിച്ചു. ഞങ്ങളെ പഴയ പോലെ ആക്ക ഡോക്ടർ ചാട്ക. എനിക്ക് ഈ തടിച്ച ശരീരം കൊണ്ട് മതിയായി. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് നാണക്കേടാവുക. നിക്കണേ പത്തലോട് എങ്ങോട്ട് കൊണ്ടുപോവോ? എടോ ഇൻസ്പെക്ടർ ചിങ്കം, ഒരു കുട്ടിക്ക് 1 ലക്ഷം രൂപ വെച്ച്. അപ്പോ 100 കുട്ടികൾക്ക് എത്രയാവും? അതെത്രയാണെന്ന് വെച്ചാൽ തന്ന് കുട്ടികളെ കൊണ്ട് പോയിക്കോ. എന്റെ അമ്മോ, എന്റെ കണക്ക് പണ്ട് തൊട്ടേ വീക്കാണ്. ഇത്രയും വലിയ കണക്കൂട്ടൽ ഞാൻ എങ്ങനെ ചെയ്യും? എങ്ങനെ? പത്തിലു, നീ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ മോട്ടോവിന് സമൂസ കഴിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലെന്ന്? ഇപ്പൊ തന്നെ ഞാൻ മോട്ടുവിന് സമോസ കൊണ്ടുവരാം. മോട്ടു, ഇതാ സമോസ കഴിച്ചോ, എന്നിട്ട് ജോലി ആരംഭിക്കും. നിങ്ങൾക്കറിയില്ല ഞാൻ സമൂസ കഴിക്കില്ല എന്നുള്ള കാര്യം. സമൂസയൊക്കെ മോട്ടോ കഴിക്കുക. അവന് കൊടുക്ക, കഴിച്ചോളും. ഞാൻ മോട്ടു അല്ല, പത്ലു ആണ്. ഓ, ഇത് നിങ്ങൾ എന്താ രണ്ടുപേരും കൂടെ രാവിലെ തൊട്ട്? മോട്ടു അല്ല, പത്ലു അല്ല. എനിക്ക് വട്ടി പഠിക്കുമല്ലോ. ഞാൻ ആദ്യം തൊട്ടെല്ലാം പറഞ്ഞു തരാം. ഈ ശരീരം മോട്ടുവിന്റെ ആണ്, പക്ഷെ ആത്മാവ് പത്ലുവിന്റെ ആണ്. അവന്റെ ശരീരം പത്ലുവിന്റെ ആണ്, പക്ഷെ ആത്മാവ് മോട്ടുവിന്റെ ആണ്. ഈ ശരീരത്തിൽ ആത്മാവ് പത്ലുവിന്റെ ആണ്. അപ്പൊ എങ്ങനെ സമൂസ കഴിക്കും? മോട്ടുവിന്റെ ആത്മാവ് ഏത് ശരീരത്തിലാണോ അവിടെ കൊണ്ടുപോയി സമൂസ കൊടുക്ക്, അപ്പ കഴിച്ചോളും. എന്താ മനസ്സിലായോ? അയ്യോ, എനിക്ക് വട്ടി പഠിക്കും തീർച്ചയാ. ജോൺ, നിനക്ക് 1 രൂപ പോലും കിട്ടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ജോൺ, ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ അമ്മോ, ജോൺ, ഞാൻ ഇപ്പൊ പോകുന്നു. പിന്നെ വരാം. എന്റെ പത്ലു, ആ മോട്ടുവിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്തൊക്കെ പിച്ചും പേയോ പറയുന്നേ. ഒരു സമോസ പോലും തിന്നില്ല. അവൻ പറയുവാ അവന്റെ ആത്മാവ് സമോസ തിന്നില്ലെന്ന്. ഓ, ചേട്ടൻ പത്തലുവിനെ കാണാൻ സ്കൂളിൽ പോയിരുന്നു അല്ലേ? ഓ, പത്ലു, നീയും ആ മോട്ടുവിനെ പോലെ വല്ലതും പൊലമ്പാതെ. ശരിക്കും പത്ലു നീയല്ലേ? ഞാൻ മോട്ടുവിന്റെ അടുത്താ പോയത്. ഓ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. മതിയാക്ക, എനിക്ക് കേക്കണ്ട. നീയും അവനെ പോലെ തുടങ്ങുവാണോ? നിന്റെ ആത്മാവ് സമോസ തിന്നുന്നെങ്കിൽ തിന്ന്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പോയി രക്ഷപ്പെടട്ടെ. എന്നെ കൊണ്ട് ഇനി മേല. സമൂസേ, പൊളിച്ചേ. മോട്ടൂരെ തട്ടിക്കൊണ്ട് പോയ പത്തിലും ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ പടി പാളിയതാ തോന്നുന്നത്. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു.
കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയ്ക്കുണ്ടായവനെ കുട്ടികളുടെ കാര്യം വിട്ട് മോട്ടുവിനെ പിടിച്ചുകൊണ്ട് വാ. ആ മോട്ട് നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ പത്തിലവന് നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇനി എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല മക്കളെ. ജോൺ ദ ഡോൺ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ എത്തിക്കഴിഞ്ഞു. പത്ലു, ഞാൻ എത്തിക്കുട്ട. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. മോട്ടു രക്ഷിക്ക്, വേഗം രക്ഷിക്ക്. നീ എന്തായി പറഞ്ഞു വരുന്നത്? അത് പത്തിലുമാണ്, നീ മോട്ടുവും. അല്ല അല്ല, ഞാൻ മോട്ടുവാണ്. അതാണ് പത്ലു. അവന്റെ ശരീരത്തില് എന്റെ ആത്മാവാണ്, എന്റെ ശരീരത്തില് അവന്റെ ആത്മാവാണ്. പത്ലു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ മോട്ടു, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടല്ലോ. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? മോട്ടു, നീ പറയുന്നു നീ പത്തിലുവാണെന്ന്, പത്തില് പറയുന്നു അവനാ മോട്ടൂന്ന്. അപ്പൊ പിന്നെ ഈ ഞാനാരാ? നീ ആകാശവാസിയല്ലേ? അപ്പൊ നീ ആകാശത്തല്ലേ ജീവിക്കേണ്ടത്? അതെങ്ങനെ? എങ്ങനെ? എവിടെയുണ്ട് ബോസ്? അവിടെയുണ്ട് ഞാനും. ഞാൻ വട്ടി പിടിച്ച് നടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തായോ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഉണ്ടാക്കിയ ഒരു മിഷൻ കൊണ്ട് മോട്ടുവിന്റെ പത്ലുവിന്റെ ആത്മാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഞാനിപ്പോ അത് മാറ്റാനുള്ള ഒരു വഴിയുമായിട്ടാ വന്നിരിക്കുന്നത്. ഇതാ ഈ സ്പ്രേ കണ്ടില്ലേ? ഈ സ്പ്രേ അടിച്ചു കഴിയുമ്പോ രണ്ടുപേരുടെ ആത്മാക്കള് പഴയതുപോലെ തന്നെയാവും. ഇപ്പൊ എല്ലാം ശരിയായി. വിളിച്ചേ, എന്റെ വലിയേട്ടാ, എന്റെ ശരീരം തിരിച്ചു കിട്ടിയേ. ആ, 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 ആ. ഓ, എന്റെ ചങ്ങ, ഒന്നിവിടെ നിൽക്ക്. എന്റെ രോഗികളാണെങ്കിൽ സത്യം. എനിക്ക് എന്റെ ആത്മാവിനെ ഒന്ന് തിരിച്ചു താ.